എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു 90 ഡിഗ്രി എൽബോ ഡിസൈൻ ആണ്. എൽബോ 90 എന്ന പേരിൽ പുതിയ ഒരു പ്രൊജക്റ്റും എൽബോ 90 ഡാറ്റ എന്ന സ്പ്രെഡ്ഷീറ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു റെഫറൻസ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ നിന്നുമുള്ള വാല്യൂസ് ആണ് ഡിസൈൻ ചെയ്യാനായി ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ എൽബോയുടെ തിക്നെസ് എത്രയാണെന്ന് ഡയറക്റ്റ് കൊടുത്തിട്ടില്ല. അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. എൽബോ എച്ച് മൈനസ് എൽബോ ഐ ഡി പ്ലസ് എൽബോ എസ് ഡി ഡിവൈഡഡ് ബൈ 2. ഈ റെഫറൻസ് ലിങ്കും ഈ ലിങ്കിൽ നിന്നുള്ള ഡാറ്റയും ഞാൻ സ്പ്രെഡ്ഷീറ്റിൽ കൊടുക്കുന്നു. ഈ എൽബോയുടെ ചിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്കിതിനെ 3 ഭാഗങ്ങളായി തിരിക്കാൻ സാധിക്കും. ഈ 2 ഭാഗങ്ങളും ട്യൂബാണ്. ഇത് ഒരു ബെൻഡ് ആണ്. ഞാൻ ആദ്യം ഡിസൈൻ ചെയ്യുന്നത് ഈ ട്യൂബാണ്. ഇതിൻ്റെ ഹൈറ്റ് എസ് ഡി എന്ന വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. ഇന്നർ റേഡിയസ് ഐ ഡി ബൈ 2 എന്ന് കൊടുക്കാം. അതുപോലെ ഔട്ടർ റേഡിയസ് ഇന്നർ റേഡിയസ് പ്ലസ് തിക്നെസ് എന്നും കൊടുക്കാം. ഈ വാല്യൂസ് എല്ലാം ഞാൻ സ്പ്രെഡ്ഷീറ്റിൽ കൊടുക്കുന്നു. ഏരിയാസസ് കൊടുക്കുന്നു. ഇക്വേഷൻസ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നു. ഇനി പാർട്ട് വർക്ക് ബെഞ്ച് സെലക്ട് ചെയ്ത് ഒരു ട്യൂബ് ക്രിയേറ്റ് ചെയ്യുന്നു. വാല്യൂസ് എല്ലാം ലിങ്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഡിസൈൻ ചെയ്യേണ്ടത് ഈ ബെൻഡ് ആയിട്ടുള്ള ഭാഗമാണ്. ഈ ഭാഗം ഡിസൈൻ ചെയ്യുന്നതിന് ഞാൻ സ്കെച്ചർ എന്ന വർക്ക് ബെഞ്ചാണ് ഉപയോഗിക്കുന്നത്. സ്കെച്ചർ വർക്ക് ബെഞ്ച് 2 ഡയമെൻഷണൽ ഡ്രോയിങ് വരയ്ക്കുന്നതിന് വേണ്ടിയുള്ള വർക്ക് ബെഞ്ചാണ്. ഈ വർക്ക് ബെഞ്ചിൽ 2 ഡയമെൻഷണൽ ഡ്രോയിങ് തയ്യാറാക്കിയതിന് ശേഷം പാർട്ട് വർക്ക് ബെഞ്ച് ഉപയോഗിച്ച് അതിനെ 3 ഡയമെൻഷണൽ ബോഡിയാക്കി മാറ്റുന്നു. ഞാനിവിടെ സ്കെച്ചർ വർക്ക് ബെഞ്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എൽബോയുടെ ബെൻഡായിട്ടുള്ള ഭാഗം വരേണ്ടത് ഈ ട്യൂബിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ്. അതുകൊണ്ട് സ്കെച്ച് തയ്യാറാക്കേണ്ടത് ഈ ട്യൂബിൻ്റെ ടോപ്പ് ഫേസിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം ട്യൂബിൻ്റെ ടോപ്പ് ഫേസ് സെലക്ട് ചെയ്യുന്നു. ക്രിയേറ്റ് സ്കെച്ച് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ അറ്റാച്ച്മെൻറ്റ് തിരഞ്ഞെടുക്കുന്നതിനുള്ള ഓപ്ഷൻ വരും. ഇവിടെ ഫ്ലാറ്റ് ഫേസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓക്കെ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്ത ട്യൂബിൻ്റെ ടോപ്പ് വ്യൂ കാണാൻ സാധിക്കും. ഈ ട്യൂബിൻ്റെ അളവുകൾക്കനുസരിച്ച് വേണം ഇവിടെ സ്കെച്ച് ചെയ്യാൻ. ഈ അളവുകൾ ഇവിടെ ലഭിക്കുന്നതിന് എക്സ്റ്റേണൽ ജിയോമെട്രി ടൂൾ ഉപയോഗിച്ച് നമുക്ക് വേണ്ട എഡ്ജുകൾ സെലക്ട് ചെയ്യുന്നു. ട്യൂബിൻ്റെ ഔട്ടർ എഡ്ജിന് തുല്യമായ ഒരു സർക്കിളാണ് ആദ്യം വരയ്ക്കേണ്ടത്. അതുകൊണ്ട് എക്സ്റ്റേണൽ ജിയോമെട്രി ടൂൾ ഉപയോഗിച്ച് ഔട്ടർ എഡ്ജ് സെലക്ട് ചെയ്യുന്നു. ഇനി സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരയ്ക്കുന്നതിന് ക്രിയേറ്റ് സർക്കിൾ എന്ന ഈ ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് സർക്കിൾ വരയ്ക്കുന്നു. ഈ സർക്കിളിൻ്റെ പ്രത്യേകത ഇതിൻ്റെ സെൻറ്റർ പോയിന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ അതിൻ്റെ പൊസിഷൻ മാറ്റുവാൻ സാധിക്കും. അതുപോലെ അതിൻ്റെ റേഡിയസും ഇങ്ങനെ മാറ്റുവാൻ സാധിക്കും. ഈ സ്കെച്ചിൻ്റെ ഡയമെൻഷൻസും പൊസിഷനും ഇവിടെ കൺസ്ട്രെയിൻ ചെയ്യേണ്ടതായുണ്ട്. കൺസ്ട്രെയിൻ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അളവുകളും പൊസിഷനും മറ്റും കൃത്യമായ വാല്യൂ കൊടുത്ത് നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളതാണ്. എനിക്ക് ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഈ സ്കെച്ചിൻ്റെ ഒറിജിനിലേക്ക് ബന്ധിപ്പിക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് കൺസ്ട്രെയിൻ കോയിൻസിഡൻറ്റ് എന്ന ഈ ടൂൾ ആണ്. ഈ ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഈ 2 പോയിന്റിലും ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ സെൻറ്റർ സ്കെച്ചിൻ്റെ സെൻറ്ററിലേക്ക് കൺസ്ട്രെയിൻ ആയതായി കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ പൊസിഷൻ മാറ്റുവാൻ സാധിക്കില്ല. ഇപ്പോൾ മൗസ് പോയിൻ്ററിൽ കാണുന്ന കോയിൻസിഡൻറ്റ് ടൂളിൽ നിന്നും ഒഴിവാകുന്നതിന് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ കൺസ്ട്രെയിൻ കൊടുക്കുമ്പോൾ ഇടതുവശത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ കൺസ്ട്രെയിൻസും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഞാനിവിടെ ഒരു കോയിൻസിഡൻറ്റ് കൺസ്ട്രെയിൻ ആണ് കൊടുത്തത്. അതിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കൺസ്ട്രെയിൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുക. ഇനി ഇതിൻ്റെ റേഡിയസ് കൺസ്ട്രെയിൻ ചെയ്യാം.
അതിന് ഞാൻ ഉപയോഗിക്കുന്നത് കൺസ്ട്രെയിൻ ഈക്വൽ എന്ന ടൂളാണ്. ഞാൻ ട്യൂബിൻ്റെ ഔട്ടർ എഡ്ജ് സെലക്ട് ചെയ്യുന്നു, സർക്കിളിൻ്റെ എഡ്ജ് സെലക്ട് ചെയ്യുന്നു, കൺസ്ട്രെയിൻ ഈക്വൽ എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ റേഡിയസ് ട്യൂബിൻ്റെ എഡ്ജിന് തുല്യമായതായി കാണാം. കൂടാതെ അതിൻ്റെ നിറം പച്ച നിറത്തിലുമായിട്ടുണ്ട്. ഈ പച്ച നിറം വരുന്നത് ഇത് ഫുള്ളി കൺസ്ട്രെയിൻഡ് ആകുമ്പോൾ ആണ്. എന്നുവെച്ചാൽ ഈ സർക്കിളിൻ്റെ എല്ലാ പോയിൻറ്സും പൊസിഷനും ഇവിടെ കൃത്യമായി ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്നതാണ്. ഇങ്ങനെ എപ്പോഴും ഡ്രോയിങ്സ് ഫുള്ളി കൺസ്ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ഡിസൈൻ ചെയ്യുന്നത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും കാരണവശാൽ അവസാനം നമുക്ക് ചുവന്ന നിറത്തിലാണ് ഇവിടെ വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ എറർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അവസാനം കൺസ്ട്രെയിൻ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് നോക്കുക. ഇങ്ങനെ ഫുള്ളി കൺസ്ട്രെയിൻ ചെയ്തതിന് ശേഷം ക്ലോസ് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ട്യൂബിൻ്റെ ഔട്ടർ എഡ്ജിനോട് ചേർന്ന് ഒരു സർക്കിൾ വന്നത് കാണാവുന്നതാണ്. ഈ ട്യൂബ് ഹൈഡ് ചെയ്താൽ സർക്കിൾ മാത്രമായി ഇവിടെ കാണാൻ സാധിക്കും. സർക്കിൾ ക്രിയേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സ്പ്രെഡ്ഷീറ്റിൽ കൊടുക്കുന്നു. ഞാൻ ട്യൂബ് വീണ്ടും അൺഹൈഡ് ചെയ്യുന്നു. ഇനി വീണ്ടും ഒരു സ്കെച്ചും കൂടി തയ്യാറാക്കേണ്ടതായി ഉണ്ട്. ഈ സ്കെച്ച് തയ്യാറാക്കുമ്പോൾ ഞാൻ ട്യൂബാണ് സെലക്ട് ചെയ്യുന്നത്. ഈ സ്കെച്ച് അറ്റാച്ച് ചെയ്യുന്നത് ട്യൂബിൻ്റെ YZ പ്ലെയിനിലാണ്. ഇവിടെ അറ്റാച്ച്മെൻറ്റ് എന്നുള്ളത് ഒബ്ജക്റ്റ് YZ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ട്യൂബിൻ്റെ റൈറ്റ് വ്യൂ കാണാൻ സാധിക്കും. YZ പ്ലെയിനിലേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ. എക്സ്റ്റേണൽ ജിയോമെട്രി ടൂൾ ഉപയോഗിച്ച് ഈ ട്യൂബിൻ്റെ ഔട്ട്സൈഡ് എഡ്ജ് ഞാൻ ഇതുപോലെ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലൈൻ വന്നതായി കാണാം. ട്യൂബ് ഒരു 3D ഒബ്ജക്റ്റ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ അതിനെ കാണുന്നത് ഒരു 2D ഡ്രോയിങ് ആയിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഔട്ട്സൈഡ് എഡ്ജ് ഡയമീറ്ററിന് തുല്യമായ ഒരു ലൈൻ വന്നിരിക്കുന്നത്. ഇനി ഞാൻ ഒരു ആർക്ക് വരയ്ക്കുന്നു. ആർക്ക് വരയ്ക്കുന്നതിന് ക്രിയേറ്റ് ആർക്ക് എന്ന ഈ ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒരു ആർക്ക് വരയ്ക്കണമെങ്കിൽ 3 തവണ ക്ലിക്ക് ചെയ്യണം. ആദ്യത്തെ ക്ലിക്ക് ആർക്കിൻ്റെ സെൻറ്റർ പോയിന്റിന് വേണ്ടിയാണ്. ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. രണ്ടാമത് ക്ലിക്ക് ചെയ്യുന്നത് ആർക്കിൻ്റെ ഒരു എഡ്ജിന് വേണ്ടിയാണ്. എന്നിട്ട് ഒരു ആർക്ക് ഇതുപോലെ വരയ്ക്കുന്നു. ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഒരു ആർക്ക് ഉണ്ടായി വന്നതായി കാണാം. ഈ ആർക്ക് ഇനി കൺസ്ട്രെയിൻ ചെയ്യണം. അത് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആർക്കിൻ്റെ സെൻറ്റർ പോയിന്റും എക്സ്റ്റേണൽ ജിയോമെട്രി ടൂൾ വഴി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ലൈനിൻ്റെ റൈറ്റ് സൈഡ് പോയിന്റും തമ്മിൽ കോയിൻസിഡൻറ്റ് കൺസ്ട്രെയിൻ കൊടുക്കുന്നു. ഇപ്പോൾ ആ 2 പോയിന്റും ഒന്നായതായി കാണാം. ഇനി ആർക്കിൻ്റെ ഒരു എഡ്ജ് സ്കെച്ചിൻ്റെ വെർട്ടിക്കൽ ആക്സിസുമായി ബന്ധിപ്പിക്കുന്നു. അതിന് ഉപയോഗിക്കുന്നത് കൺസ്ട്രെയിൻ പോയിന്റ് ഓൺ ടു ഒബ്ജക്റ്റ് എന്ന ഈ ടൂളാണ്. ഇപ്പോൾ ആ പോയിന്റ് വെർട്ടിക്കൽ ആക്സിസിലേക്ക് ബന്ധിക്കപ്പെട്ടതായി കാണാം. ഇനി ഈ പോയിന്റിനെ വീണ്ടും കൺസ്ട്രെയിൻ പോയിന്റ് ഓൺ ടു ഒബ്ജക്റ്റ് ടൂൾ ഉപയോഗിച്ച് ഈ ലൈനിലേക്കും ബന്ധിപ്പിക്കുന്നു. ഇനി കൺസ്ട്രെയിൻ വെർട്ടിക്കലി ടൂൾ ഉപയോഗിച്ച് ആർക്കിൻ്റെ എഡ്ജും ഈ പോയിന്റും വെർട്ടിക്കലാക്കുന്നു. ഇപ്പോൾ ആർക്ക് ഫുള്ളി കൺസ്ട്രെയിൻ ആയതായി കാണാം. ക്ലോസ് കൊടുക്കുന്നു. ട്യൂബ് ഹൈഡ് ചെയ്താൽ ഇവിടെ സർക്കിളും ആർക്കും കാണാൻ സാധിക്കും. Z ആക്സിസിനെ സെൻറ്റർ പോയിൻ്റായി എടുത്താണ് സർക്കിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ YZ പ്ലെയിനിലാണ് ആർക്ക് വരച്ചിരിക്കുന്നത്. ഈ ആർക്ക് വരയ്ക്കാൻ ചെയ്ത കാര്യങ്ങളെല്ലാം സ്പ്രെഡ്ഷീറ്റിൽ കൊടുക്കുന്നു.
ഇനി ഈ രണ്ട് 2 ഡയമെൻഷണൽ ഡ്രോയിങ്സ് ഉപയോഗിച്ച് എൽബോയുടെ ബെൻഡ് ആയിട്ടുള്ള ഭാഗം ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി പാർട്ട് വർക്ക് ബെഞ്ചിലേക്ക് പോകുന്നു. ഇവിടെ സ്വീപ്പ് ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്വീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ വേണം. ഒന്നാമത്തത് സ്വീപ്പ് പ്രൊഫൈലാണ്, രണ്ടാമത്തത് സ്വീപ്പ് പാത്തും. ഇവിടെ സ്വീപ്പ് പ്രൊഫൈലായി എടുക്കേണ്ടത് സർക്കിളാണ്, സ്വീപ്പ് പാത്തായി എടുക്കേണ്ടത് ആർക്കുമാണ്. ആദ്യം പ്രൊഫൈൽ സെലക്ട് ചെയ്യാം. അതിന് ഇവിടെ ഈ അവൈലബിൾ പ്രൊഫൈൽസ് എന്നുള്ളിടത്തു നിന്നും സർക്കിൾ വരച്ചിരിക്കുന്ന സ്കെച്ച് സെലക്ട് ചെയ്യുന്നു. 3D വ്യൂവിലും ഇപ്പോൾ സർക്കിൾ സെലക്ട് ആയതായി കാണാം. ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ് പ്രൊഫൈൽ സെലക്ട് ചെയ്യുന്നത്. ഇനി വേണ്ടത് സ്വീപ്പ് പാത്താണ്. അതിന് ഇവിടെ സ്വീപ്പ് പാത്ത് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം 3D വ്യൂവിൽ ആർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഡൺ കൊടുക്കുന്നു. ശേഷം ഇവിടെ ക്രിയേറ്റ് സോളിഡ് ചെക്ക് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് 3D വ്യൂവിൽ ബെൻഡ് ഉണ്ടായി വന്നതായി കാണാം. ഇപ്പോൾ അത് സോളിഡ് ആയിട്ടാണ് ഉള്ളത്. ഇനി അതിൻ്റെ ഉൾവശം കട്ട് ചെയ്യണം. അതിന് ട്യൂബിൻ്റെ ഇൻസൈഡ് ഡയമീറ്ററിന് തുല്യമായി ഒരു ബെൻഡ് കൂടി ഉണ്ടാക്കണം. ഞാൻ ട്യൂബ് അൺഹൈഡ് ചെയ്യുന്നു, സ്വീപ്പ് ഹൈഡ് ചെയ്യുന്നു. മുമ്പ് ചെയ്ത പോലെ തന്നെ ട്യൂബിൻ്റെ ടോപ്പ് ഫേസ് സെലക്ട് ചെയ്യുന്നു. പുതിയ സ്കെച്ച് ക്രിയേറ്റ് ചെയ്യുന്നു. എക്സ്റ്റേണൽ ജിയോമെട്രി ടൂൾ ഉപയോഗിച്ച് ട്യൂബിൻ്റെ ഇൻസൈഡ് ഡയമീറ്റർ സെലക്ട് ചെയ്യുന്നു. പുതിയ സർക്കിൾ വരയ്ക്കുന്നു. സെൻറ്റർ കൺസ്ട്രെയിൻ ചെയ്യുന്നു. സർക്കിളിൻ്റെ ഡയമീറ്റർ കൺസ്ട്രെയിൻ ഈക്വൽ ടു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ട്യൂബിൻ്റെ ഇൻസൈഡ് ഡയമീറ്ററിന് തുല്യമാക്കി കൊടുക്കുന്നു. ഇപ്പോൾ അത് ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ടുണ്ട്. ക്ലോസ് കൊടുക്കുന്നു. ഞാനിവിടെ ട്യൂബ് ഹൈഡ് ചെയ്യുന്നു. ഈ സ്കെച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സ്പ്രെഡ്ഷീറ്റിൽ കൊടുക്കുന്നു. ഇനി സ്വീപ്പ് കൊടുക്കണം. മുമ്പ് വരച്ച ആർക്ക് തന്നെയാണ് സ്വീപ്പ് പാത്തായിട്ട് ഉപയോഗിക്കുന്നത്. പുതിയ സ്വീപ്പ് പാത്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല. പാർട്ട് വർക്ക് ബെഞ്ചിലേക്ക് പോകുന്നു. സ്വീപ്പ് കൊടുക്കുന്നു. ഇവിടെ പുതിയതായി വരച്ച സർക്കിൾ സ്കെച്ച് 002 സ്വീപ്പ് പ്രൊഫൈലായി കൊടുക്കുന്നു. ആർക്ക് സ്വീപ്പ് പാത്തായിട്ട് സെലക്ട് ചെയ്യുന്നു. ക്രിയേറ്റ് സോളിഡ് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ സ്വീപ്പ് 001 എന്നിങ്ങനെ 2 സ്വീപ്പ് ഉണ്ടായി വന്നതായി കാണാം. ഈ ബെൻഡ് ചെയ്തിരിക്കുന്ന ഭാഗം ട്യൂബ് പോലെ ആകുന്നതിന് സ്വീപ്പിൽ നിന്നും സ്വീപ്പ് 001 കട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ബെൻഡായിട്ടുള്ള ഭാഗവും ട്യൂബ് പോലെ ആയത് കാണാവുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം സ്പ്രെഡ്ഷീറ്റിൽ കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ ബാക്കിയായി ഒരു ട്യൂബ് കൂടി ക്രിയേറ്റ് ചെയ്യണം. അത് പുതിയത് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആദ്യത്തെ ട്യൂബ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് ഇവിടെ പാർട്ട് വർക്ക് ബെഞ്ച് സെലക്ട് ചെയ്തു എന്ന് ഉറപ്പാക്കിയിരിക്കണം. കോപ്പി ചെയ്യേണ്ട ട്യൂബ് സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ ഒബ്ജക്റ്റ് സെലക്ഷൻ വിൻഡോ വന്നത് കാണാൻ സാധിക്കും. ഇവിടെ ട്യൂബ് മാത്രം സെലക്ട് ചെയ്താൽ മതി. സ്പ്രെഡ്ഷീറ്റ് വീണ്ടും കോപ്പി ചെയ്യേണ്ടതില്ല. ഓക്കെ കൊടുക്കുന്നു. ഇത് പേസ്റ്റ് ചെയ്യുന്നതിന് ഏതെങ്കിലും ഒരു ബോഡി സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് പുതിയ ഒരു ട്യൂബ് 001 ഉണ്ടായി വന്നതായി കാണാം. ഇനി ഈ ട്യൂബ് 001ൻ്റെ പൊസിഷൻ മാറ്റിക്കൊടുക്കാം. വിൻഡോ ടൈൽ ചെയ്യുന്നു. ഈ ബെൻഡ് തൽക്കാലത്തേക്ക് ഹൈഡ് ചെയ്യുന്നു. സ്പ്രെഡ്ഷീറ്റിൽ പൊസിഷനുമായി ബന്ധപ്പെട്ട പാരാമീറ്റേഴ്സും ഏരിയാസും കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ട്യൂബ് 001 ലിങ്ക് ചെയ്തിട്ടുമുണ്ട്. ആദ്യം ട്യൂബ് 001 ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. എക്സ് ആക്സിസിനെ അടിസ്ഥാനമാക്കി 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി ഇവിടെ -90 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ആ ട്യൂബ് എക്സ് ആക്സിസിനെ അടിസ്ഥാനമാക്കി 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തതായി കാണാം. ഇനി ട്യൂബ് 001ൻ്റെ പൊസിഷൻ മുകളിലേക്ക് ഉയർത്തണം. ആദ്യത്തെ ട്യൂബിൻ്റെ ഹൈറ്റിന് തുല്യമായ അളവ് മുകളിലേക്ക് ഉയർത്തുന്നു. ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ട്യൂബ് 001ൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ. അതിൻ്റെ റേഡിയസിന് തുല്യമായ അളവും കൂടി മുകളിലേക്ക് ഉയരണം. ഞാനിവിടെ അതിൻ്റെ ഔട്ടർ റേഡിയസ് കൂടി ആഡ് ചെയ്യുന്നു. ഇപ്പോൾ അത് കറക്റ്റായി വന്നിട്ടുണ്ട്.
ഇനി അതിൻ്റെ പൊസിഷൻ Y ഡയറക്ഷനിൽ മുന്നിലേക്ക് മാറ്റണം. ഇവിടെയും ട്യൂബിൻ്റെ ഔട്ടർ റേഡിയസിന് തുല്യമായ അളവിലാണ് മാറ്റേണ്ടത്. അതുകൊണ്ട് Y ഡയറക്ഷനിലും ട്യൂബിൻ്റെ ഔട്ടർ റേഡിയസ് കൊടുക്കുന്നു. അങ്ങനെ ട്യൂബ് 001 കറക്റ്റായി പൊസിഷൻ ചെയ്തു. ഇനി ബെൻഡ് അൺഹൈഡ് ചെയ്യുന്നു. ഇപ്പോൾ എൽബോ കാണാൻ സാധിക്കും. ഈ എൽബോ ഇപ്പോൾ 3 ഭാഗങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. ഈ 3 ഭാഗങ്ങളും സെലക്ട് ചെയ്ത് യൂണിയൻ കൊടുക്കുന്നു. ഇപ്പോൾ ഫ്യൂഷൻ ഉണ്ടായി വന്നതായി കാണാം. ഇത് സെലക്ട് ചെയ്യുന്നു. താഴെ റിഫൈൻ ട്രൂ എന്ന് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ എൽബോ ഡിസൈൻ കഴിഞ്ഞു.